ഒരു ജാതി ജാതകവും ഞാനും വിനീത് ശ്രീനിവാസനും കൂടെ ഉള്ള ഒരു സിനിമയാണ്. മദനോത്സവമൊക്കെ ഇറങ്ങിയല്ലോ, അപ്പോൾ ആ ടൈപ്പ് ഒരു സിനിമയാണ്. ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട് എല്ലാവരും നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫുൾ ആക്ഷൻ സിനിമ വരുന്നുണ്ട്. ബാബുവാണ് ശരിക്കും ഹീറോ. അടിപൊളി ടേക്കിങ്സ്. ഇപ്പോൾ ഞങ്ങളിത് കാണുന്നത് മേ ബി 10ാമത്തെ വട്ടമായിരിക്കണം ഞങ്ങൾ ഈ സിനിമ കാണുന്നത്, എന്നിട്ടും ബോറടിക്കുന്നില്ല. കൊച്ചുകാലം മുതൽ ഗാന്ധാരി, അതിനു മുമ്പ് നാടോടി മുതൽ അതിനു മുമ്പ് അതുമായിട്ട് ഇങ്ങനെ ആരാധനയാണ് സാറിൻ്റെ. സന്തോഷമുണ്ട്. നമ്മളുടെ ഇൻട്രൊഡക്ഷന് തിയേറ്ററുകളിലെല്ലാം നല്ല കൈഡി ഉണ്ടെന്നുള്ള ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. എല്ലാവരും സിനിമ കാണുക, ഞങ്ങളെ എൻകറേജ് ചെയ്യുക. അതുകൊണ്ട് നമുക്ക് പുതിയ പടങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും. നമ്മുടെ ഒരു ജാതി ജാതകവും ഞാനും വിനീത് ശ്രീനിവാസനും കൂടെ ഉള്ള ഒരു സിനിമയാണ്. അപ്പോൾ അതൊരു വേറൊരു ജോണിലുള്ള സിനിമയാണ്. അപ്പോൾ അതിനു മുമ്പ് മദനോത്സവമൊക്കെ ഇറങ്ങിയല്ലോ, അപ്പോൾ ആ ടൈപ്പ് ഒരു സിനിമയാണ്. ഇതൊരു ആക്ഷൻ സിനിമയാണ്. പിന്നെ ഞാനും സുരേഷ് ബാബും കൂടെ ഒരു ഫുൾ ആക്ഷൻ സിനിമ വരുന്നുണ്ട്. പിന്നെ 3-4 പ്രോജക്റ്റുകൾ തമിഴിലാണ് ഒരു പടം ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. സത്യരാജിൻ്റെ കൂടെ ഒരു പടം ചെയ്യുന്നു. പിന്നെ വേറെ ഒരു വലിയ പടം ചെയ്യുന്നുണ്ട്. പിന്നെ മിക്കവാറും ലോകേഷിൻ്റെ പടത്തിലുണ്ട്. കുറേ പ്രോജക്റ്റുകൾ ഇപ്പോൾ ഉണ്ട്. ഞങ്ങളിപ്പോൾ ട്രിവാൻഡ്രത്താണ്, നിളയിലാണ്. ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് തിയേറ്ററിൽ നിന്ന് പടം കണ്ട് ഇറങ്ങിയതേ ഉള്ളൂ. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട് എല്ലാവരും നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ സാറിന് കൊടുക്കാം. ഞാനിത് 5ാമത്തെ പ്രാവശ്യമാണ് സിനിമ കാണുന്നത്. അപ്പോൾ നമ്മുടെ സ്വന്തം സിനിമയാണ് ചിലപ്പോൾ 2ാമത്തെ പ്രാവശ്യം കാണും ബോറടിക്കാറുണ്ട്. പക്ഷേ ഇപ്പോഴും ഞാൻ ബോറടിക്കുന്നില്ല. നമുക്ക് കഥ അറിയാം, ആരാണ് എന്താണെന്നൊക്കെ അറിയാം. നന്നായിട്ടുണ്ട്. പിന്നെ അസ്കർ നല്ല മനോഹരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഹന്നായും പിന്നെ സഞ്ജന, പിന്നെ ബാബുവാണ് ശരിക്കും ഹീറോ. അടിപൊളി ടേക്കിങ്സ്, സൂപ്പർ ടേക്കിങ്. ഇത്രയും നാളും വെയിറ്റ് ചെയ്ത് മൊത്തം പഠിച്ചെടുത്ത് അടിച്ച് പൊളിച്ചു അല്ലേ. അടിപൊളി പെർഫോമൻസ് അല്ലേ. എനിക്ക് ഈ പടത്തിലൊരു ഭാഗമാകാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും ഞങ്ങളുടെ ടീമിന് ഇത് വലിയൊരു എൻകറേജ്മെൻ്റാണ്. ഈ സക്സസ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യും അല്ലേ, പുതിയ പടങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. അപ്പം വീണ്ടും കാണാത്തവരോട് പറയുക, വന്ന് കണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം, എൻകറേജ് ചെയ്യണം. താങ്ക് യു സോ മച്ച്. ഇവരെല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഞങ്ങളിത് കാണുന്നത് മേ ബി 10ാമത്തെ വട്ടമായിരിക്കണം ഞങ്ങൾ ഈ സിനിമ കാണുന്നത്, എന്നിട്ടും ബോറടിക്കുന്നില്ല. ഈവൻ ദോ വി നോ ദ സ്റ്റോറി, എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിൽ വി ആർ സോ ഇൻവോൾവ് വിത്ത് ദ പ്രോജക്റ്റ്. എത്ര വട്ടം കണ്ടിട്ട് ഞങ്ങൾക്ക് പോലും മതിയാവുന്നില്ല. എനിവേ കാണാത്ത പ്രേക്ഷകർ തീർച്ചയായും തിയേറ്ററിൽ വന്ന് കാണുക. ബിക്കോസ് അത് ഞങ്ങൾക്കൊരു എൻകറേജ്മെൻ്റ് ആയിരിക്കും. വീണ്ടും സെയിം ടീം സെയിം ക്രൂ, വീണ്ടും അടുത്തൊരു സിനിമ വീണ്ടും നിങ്ങൾക്ക് സമ്മാനിക്കാൻ പറ്റും. സോ കൈൻഡ്ലി ഡു സപ്പോർട്ട് അസ്. താങ്ക് യു സോ മച്ച്. ഞാൻ ഈ മൂവിയിൽ ഇവരോടെല്ലാം വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഏറ്റവും വലിയ ഭാഗ്യം, പ്രത്യേകിച്ച് സുരേഷ് ബാബു സാറ്, ഭവാനി സാറ്, അഷ്ക, അന്ന, അങ്ങനെ കുറേ നിരവധി ആർട്ടിസ്റ്റുകളുണ്ട് ഇതിനകത്ത്. ചെറിയ ചെറിയ ക്യാരക്ടർ പോലും വലിയ വലിയ ആർട്ടിസ്റ്റുകളാണ് ചെയ്യുന്നത്. അതിലൊരു ഭാഗമാവുന്നത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. പിന്നെ മൂവി ഞങ്ങൾ അഭിനയിച്ചുകൊണ്ട് പറയുമല്ല, അമേസിങ് ക്ലൈമാക്സ് ഈസ് എക്സ്ട്രീം സൂപ്പർ. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളെല്ലാവരും അഭിപ്രായം പറയണം. കാണാത്തൊരു ഒട്ടിനെ തന്നെ പോയി കാണുകയും ചെയ്യണം, മിസ് ചെയ്യരുത്. തിയേറ്ററിൽ തന്നെ വന്ന് കാണണം കേട്ടോ. എന്തായാലും മൊത്തത്തിൽ നല്ല അഭിപ്രായം കേൾക്കുന്നതിൽ സന്തോഷമുണ്ട്. എല്ലാവരും കാണണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എന്നാൽ വീണ്ടും വീണ്ടും നല്ല പ്രോജക്ട്സുകൾ ഞങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ധൈര്യം വരും. എല്ലാവരുടെയും സഹായം വേണം, എല്ലാവരും സപ്പോർട്ട് വേണം. നന്ദി, നമസ്കാരം.
ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു എങ്ങനെ പോലും ഒരു 1 year എങ്കിലും സമയമെടുക്കും അതിൻ്റെ കൂട്ടത്തിൽ നിൽക്കണം. ആ ഒരു സമയം ഇപ്പം നമ്മുടെ കയ്യിലില്ല. പിന്നെ നമ്മുടെ കാസ്റ്റിങ്ങിനനുസരിച്ച് നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് സാറ്റലൈറ്റ് റൈറ്റുള്ള OTT റൈറ്റുള്ള ആളെ വെച്ചാൽ ഞങ്ങൾ പടം എടുക്കുമെന്ന് എനിക്ക് പറയുന്ന പ്രൊഡ്യൂസേഴ്സിനെ വെച്ച് എൻ്റെ പടം ചെയ്യാൻ പറ്റില്ല. കാരണം കാസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാരക്ടർ അനുസരിച്ച് മാത്രമേ എനിക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ട്രഡീഷണൽ വേ ഓഫ് ഫിലിം മേക്കിംഗ് ആണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ എല്ലാം കൂടെ ഒത്തുവരികയാണെങ്കിൽ മേ ബി ലേറ്റർ. താങ്ക് യു. കൊച്ചുകാലം മുതൽ ഗാന്ധാരി, അതിനു മുമ്പ് നാടോടി മുതൽ, അതിനു മുമ്പ് അതുമായിട്ട് ഇങ്ങനെ ആരാധനയാണ് സാറിൻ്റെ. ആ സമയം മുതൽ സാറിൻ്റെ ഞാൻ ഫൈറ്റ് പഠിക്കുന്ന ആ സമയത്ത് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ സാറിൻ്റെ ആ ഒരു സ്റ്റൈലും എല്ലാം ഞാനും അനുകരിച്ചു. അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് സാറിൻ്റെ ഒരു ടൈഗറുടെ ഫാനാണ് സാറിൻ്റെ.